നമസ്തേ. കുണ്ടലിനി ഉണർത്തുന്നതും അതുമായി ബന്ധപ്പെട്ട ഗുണദോഷവശങ്ങളുടെ ഒരു വിശകലനം. ഭാഗം 1. ഇത് ശരിയായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഉയർന്ന അതീന്ദ്രിയ ബോധവും ആത്മീയ ബോധവും പ്രപഞ്ചബോധവുമായി ഒരു ബന്ധവും ഉണ്ടാകുന്നു. ഭൗതിക ലോകത്തിനപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു, കൃത്യമായി കാണാനും കഴിയുന്നു. ജീവിത പ്രശ്നങ്ങളെ ഉയർന്ന വൈകാരിക ബുദ്ധിയോടെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി, ശേഷി കൈവരുന്നു. വർദ്ധിച്ച ഉൾക്കാഴ്ച കാരണം ശക്തമായ ശരിയായ തീരുമാനങ്ങൾ മാനസിക വിക്ഷോഭം കൂടാതെ എടുക്കാൻ കഴിയുന്നു. പഴയ വൈകാരിക ആഘാതങ്ങളെ മറികടന്ന് മുന്നോട്ടു പോകാൻ കഴിയുന്നു. മനസ്സും ശരീരവും ആത്മാവും ഒന്നിനോടൊന്നു ചേർന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. അഗാധമായ വ്യക്തിത്വ പരിവർത്തനം സംഭവിക്കുന്നു. പഴയ ഗുണകരമല്ലാത്ത പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ ഉപേക്ഷിക്കുന്നു. അനുകമ്പയും സഹാനുഭൂതിയും എല്ലാവരും ഒന്നാണെന്ന തോന്നലും ഉണ്ടാകുന്നു. ആരോഗ്യത്തിൽ വ്യക്തമായ പ്രകടമായ ഗുണകരമായ മാറ്റമുണ്ടാകുന്നു. ജീവിതത്തെ കുറച്ചുകൂടെ മൂല്യവത്തായി കാണുന്നു. ഇക്കാലത്ത് കൂട്ടമായി നിന്ന് കുണ്ടലിനി ഉണർത്തുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. കുണ്ടലിനി ഉണർത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം മാറിപ്പോകും. അത് അനുഭവത്തിൽ കാണാൻ കഴിയും. ആ വ്യക്തിയുടെ തേജസ്സിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ വ്യക്തമായ പരിവർത്തനം ഉണ്ടാകും. ഇതൊന്നും പലപ്പോഴും കാണാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭാഗം 2. ഇനി നല്ലതല്ലാത്ത ചില സാധ്യതകളും സാഹചര്യങ്ങളും. ആവശ്യമായ ശാരീരിക മാനസിക തയ്യാറെടുപ്പുകൾ ഇല്ലാതെ പെട്ടെന്നുള്ള കുണ്ടലിനിയുടെ ഉയർച്ച മനോനില തെറ്റിക്കാനും നേരത്തെ അനുഭവത്തിൽ ആഴത്തിലുള്ള മാനസിക ആഘാതങ്ങൾ കൂടുതൽ ശക്തമായി മറനീക്കി പുറത്തു വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയുണ്ട്. തീവ്രമായ ഉത്കണ്ഠ ഉള്ള ഒരു വ്യക്തിയായി ഇയാൾ മാറാൻ സാധ്യതയുണ്ട്. ഭൗതിക ലോകവുമായി പുലബന്ധം പോലുമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയായി തീർന്നേക്കാം. ഇതെല്ലാം തൊഴിലിനെയും തൻ്റെ കുടുംബജീവിതത്തെയും സാരമായ രീതിയിൽ ബാധിക്കാം, താളം തെറ്റിക്കാം. മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നൽ വരാനും നിയന്ത്രിക്കാൻ കഴിയാത്ത വൈകാരിക പ്രക്ഷുബ്ധതയും കാട്ടിയേക്കാം. ഭാഗം 3. നിലവിലെ ഇത് നടപ്പിലാക്കുന്ന രീതിയിൽ വരാവുന്ന ചില അപകടങ്ങൾ. ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ തിരിച്ച് ശരിയാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വ്യക്തിയുടെ വ്യക്തിത്വം മാറിപ്പോയേക്കാം. അങ്ങനെ വന്നാൽ ആ വ്യക്തി യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ട് മാനസിക അസ്ഥിരതയും ക്രമരഹിതനും ആത്മീയത നഷ്ടപ്പെട്ടവനും ആയിപ്പോകാം. ഭൗതിക ശരീരത്തിൽ ബാധിക്കുന്ന ചക്രങ്ങളുടെ സ്ഥിതിവിശേഷം അനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട അവയവങ്ങൾക്ക് തകരാറുകൾ ആരോഗ്യപരമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ലാഭവും അന്തസ്സും പ്രശസ്തിയും മാത്രം നോക്കി ട്രെയിനിങ് കാര്യങ്ങൾ പകിട്ടോടുകൂടി ചെയ്യുമ്പോൾ ഇത്തരം അവസ്ഥാവിശേഷങ്ങളിലേക്ക് പരിശീലനം കഴിയുമ്പോൾ വ്യക്തികൾ എത്തിച്ചേരാൻ സാധ്യത കൂടുതലാണ്. അടിക്കുറിപ്പ്: കുണ്ടലിനിയുടെ ഉണർവ് അതിശക്തമായ ഒരു പ്രക്രിയയാണ്. കുണ്ടലിനി ഉണർന്ന ഒരാളുടെ വ്യക്തിത്വത്തിൽ വരുന്ന വ്യത്യാസം, അദ്ദേഹത്തിൻ്റെ ആത്മീയ ബോധത്തിൻ്റെ ഉണർവ്, ഇവ കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും പരക്കം പാച്ചിലിലേക്കും നിരാശയിലേക്കും അവർ പോകുമ്പോൾ എങ്ങോട്ടാണ് ഈ കുണ്ടലിനി ഉണർത്തിവിട്ടതെന്ന് നാം ചിന്തിക്കണം. വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ നമസ്തേ.